എല്ലാവർക്കും നമസ്കാരമുണ്ട്. ദീപാസ് രുചിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല ജ്യൂസിയുമായിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ്റെ റെസിപ്പിയാണ്. ഈ റെസിപ്പി ഒരു പ്രാവശ്യം ട്രൈ ചെയ്താൽ നിങ്ങളെല്ലാവരും വീണ്ടും വീണ്ടും തയ്യാറാക്കും. അതിനാൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും അവസാനം വരെ കാണണം കേട്ടോ. കാരണം ഇതിനകത്ത് അടിപൊളി സീക്രട്ട് ആയിട്ടുള്ള കുറേ ടിപ്സുകൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് ആവശ്യം 1.5 കിലോ ചിക്കനാണ്. അത് നല്ല കുഞ്ഞു കഷ്ണങ്ങളായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം. ഈ കറിക്കൊക്കെ എടുക്കുന്നതിനെക്കാട്ടി ചെറിയ കഷ്ണങ്ങളാക്കണേ. അതിനുശേഷം അതിലേക്ക് 2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കണ്ടല്ലോ, കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം അതിലേക്ക് നമ്മൾക്കൊരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ശേഷം ഗരം മസാലയുടെ പൊടിയാണ്, അത് ഒരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം തരിയായിട്ട് പൊടിച്ചു വെച്ചിരിക്കുന്ന കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇച്ചിരി സ്പൈസി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ്, അതുകൊണ്ടാണ് കുരുമുളക് പൊടി എല്ലാം തന്നെ നമ്മൾ ആദ്യം തന്നെ ചേർത്ത് നന്നായിട്ട് പുരട്ടി വെക്കുന്നത്. ഏകദേശം ഒരു 1/4 മണിക്കൂറോളം ഇതുപോണക്ക് പുരട്ടി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. അതിനുശേഷം ആവശ്യത്തിനുള്ള 1.5 കിലോയ്ക്ക് ആവശ്യമുള്ള ഉപ്പും അങ്ങോട്ട് ചേർത്ത് പുരട്ടി നമ്മൾ 1/2 മണിക്കൂർ മാറ്റി വെക്കണേ. അപ്പോൾ ഇത് അങ്ങോട്ട് അരച്ച് പുരട്ടി മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാവേ. ഇതാണ് ഇതിൻ്റെ സീക്രട്ട് എന്ന് ഞാൻ പറഞ്ഞത്. കണ്ടല്ലോ, നമ്മളിത് തയ്യാറാക്കുന്നത് ചെറുള്ളിയിലാണ്. ഏകദേശം 25-30 പീസോളം ചെറുള്ളി എടുത്തിട്ടുണ്ട്. 4 എരിവുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട്. 5 അല്ലിയോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നല്ലൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഇതെല്ലാം നമ്മൾ വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതെല്ലാം നമ്മൾ ചതച്ചാണ് എടുക്കുന്നത്. ഒന്നും അരിഞ്ഞല്ല എടുക്കുന്നത്, ചതച്ചാണ് എടുക്കുന്നത്. അതാണ് ഞാൻ സീക്രട്ട് എന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കേട്ടോ. ഇതിലാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത്. ഇതെല്ലാം ചതച്ചെടുത്ത് നമ്മൾ വെച്ചു. ആവശ്യത്തിനുള്ള കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എടുക്കുന്നത് തേങ്ങാപ്പീരയാണ്. ഏകദേശം 1/2 മുറിയോളം തേങ്ങാപ്പീരയാണ് നമ്മൾ ഇതിലേക്ക് എടുക്കുന്നത്. ഒരു ചെറിയ തേങ്ങയുടെ 1/2 മുറിയോളം തേങ്ങാപ്പീര നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതും ചിരകി എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ, ഈ ഒരു പരുവത്തിന് എല്ലാ വകകളും ചതച്ചെടുക്കണേ. അതിനുശേഷം നമ്മൾ ഏകദേശം 1 മണിക്കൂറോളം പുരട്ടി വെച്ചിരുന്ന ചിക്കൻ കണ്ടല്ലോ, അത് ഏകദേശം 1/2 മണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെ നമുക്ക് പുരട്ടി വെക്കാം. അപ്പോൾ എത്ര നേരം ഇരിക്കുന്നോ അത്രയും ടേസ്റ്റ് കൂടും കേട്ടോ. ഇതെല്ലാം നന്നായിട്ടുള്ളിലേക്ക് പിടിച്ച് അതെല്ലാം നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്ത്. ഷാലോ ഫ്രൈ ചെയ്താൽ മതി, ഡീപ് ഫ്രൈ ചെയ്യല്ലേ. കണ്ടല്ലോ, അതെല്ലാം എണ്ണയിൽ നിന്ന് ഫ്രൈ ചെയ്തെടുത്തത് കോരി എടുത്തുക്കുന്നേ. അതിനുശേഷം ആ വറുത്തെടുത്ത എണ്ണ ഉണ്ടല്ലോ, അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണുകൾ എണ്ണ നമ്മൾ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മൾ ഈ ഇടിച്ചു വെച്ചിരിക്കുന്ന ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണേ. അങ്ങ് ഓവറായിട്ട് മൂക്കല്ല, ഒരു 1/4 ഭാഗം മൂപ്പിച്ചെടുക്കണം. ആ കളറൊക്കെ ഒന്ന് മാറി വരണേ. ആ വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൊരിയണം കേട്ടോ. കണ്ടല്ലോ, നമ്മൾ വറുത്ത എണ്ണ ആയതുകൊണ്ട്, ചിക്കൻ വറുത്ത എണ്ണ ആയതുകൊണ്ടാണ് ആ മുളക് പൊടിയുടെയൊക്കെ കളറ് അതിലേക്ക് ഇറങ്ങുന്നത്. ലാസ്റ്റ് തേങ്ങയും കൂടെ ഇട്ട് ഒന്ന് മുരിച്ചെടുക്കണം. കണ്ടല്ലോ, ഈ തേങ്ങയാണ് അതിൻ്റെ അകത്ത് ആ ടേസ്റ്റ് പ്രത്യേകമായിട്ട് കൂട്ടുന്ന ഒരു ഘടകം കേട്ടോ. അതുകൊണ്ട് തന്നെ കൊച്ചുള്ളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് അല്ലേ. അതൊക്കെ ഒന്ന് മൊരിഞ്ഞ് കഴിയുമ്പോഴത്തെ ആ ഒരു ടേസ്റ്റ് എല്ലാവർക്കും ഇപ്പം തന്നെ മനസ്സിലായി കാണുമല്ലോ. ഈ നമ്മൾ ചിക്കനിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ചതച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങൾ മൂക്കുന്നതിന് ആവശ്യമായ ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് കണ്ടല്ലോ, മൊരിഞ്ഞ് വരുന്നേക്കുന്നത് കണ്ടല്ലോ, ഈ ഒരു പരുവത്തിന് മൊരിച്ചെടുക്കണേ. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് വെച്ചത്. അതിനുശേഷം പെരിഞ്ജീരകം, അതായത് വലിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ഒന്ന് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരട്ടെ. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ചതച്ച് വെച്ചിരിക്കുന്ന വറ്റൽമുളകാണ്. അതും എരിവുള്ള വറ്റൽമുളകാണ്. ഒരു 5 എണ്ണം ചേർത്ത് കൊടുക്കണേ. അതിനുശേഷം കാശ്മീരി ചില്ലി പൗഡർ ഒരു 1/4 സ്പൂണോളം അതും ചേർത്ത് കൊടുക്കുന്നത്. അതൊക്കെ ഈ ഇടിച്ചു വെച്ചിരിക്കുന്ന മൂക്കുന്ന സാധനങ്ങൾക്കൊന്ന് കളർ വരാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ലേശം കുരുമുളക്, ഒരു 1/4 സ്പൂണോളം കുരുമുളകും ലേശം ഗരം മസാല 1/4 സ്പൂണോളം ഗരം മസാലയും ചേർത്തിട്ട് ഒന്ന് ഇളക്കണേ. ഒരു കളറിന് വേണ്ടി ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് ഇളക്കി എടുക്കുവാണേ. കണ്ടല്ലോ, ഈ ഒരു പരുവത്തിന് ഒന്നിലൊന്ന് തൊടാതെ തരിതരിയായിട്ട് കിടക്കണം. അപ്പോൾ ആ ചിക്കൻ ഫ്രൈ ചെയ്തതോടെ അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് കഴിയുമ്പോഴുണ്ടല്ലോ
നല്ലൊരു മണം വരും കേട്ടോ. നല്ലൊരു മണം എന്ന് പറഞ്ഞാൽ അടിപൊളി. നമ്മുടെ മൂക്കിലോട്ട് നല്ലൊരു മണം വന്നിട്ട് നമുക്കിത് ഫുള്ള് കഴിച്ചു തീർക്കാൻ തോന്നും. അത്ര ടേസ്റ്റാണ് കേട്ടോ. അതിലെ ആ ചിക്കൻ്റെ കഷ്ണത്തെക്കാട്ടി ടേസ്റ്റ് ആ മൊരിഞ്ഞ് കിടക്കുന്ന ആ തരിതരിയായിട്ട് അതിൽ കിടക്കുന്ന ആ ഉള്ളിയും ആ വെളുത്തുള്ളിയും ഒക്കെ കഴിക്കാനാണ് കേട്ടോ. അത്ര ടേസ്റ്റ് അതിലെ ആ പൊടി കഴിക്കാൻ. അപ്പം കണ്ടല്ലോ, ഇതിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് മണ്ടയിലോട്ട് ചേർത്ത് കഴിയുമ്പോഴത്തേന് നല്ല കളർഫുള്ളായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. കണ്ടല്ലോ, ആ പൊടിക്കാണ് ഞാൻ വീണ്ടും വീണ്ടും പറയാം, പൊടിക്കാണ് ടേസ്റ്റ്. അപ്പം പൊറോട്ടയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളി ഒരു ചിക്കൻ ഫ്രൈ ആണ്. അപ്പം ഇതിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം, അഭിപ്രായങ്ങൾ പറയണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്.